പൊന്നാനി ഉറൂബ് പബ്ലിക് ലൈബ്രറി നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 6 മാസം പിന്നിട്ടിട്ടും പ്രാഥമിക പ്രവർത്തികൾ പോലും ആരംഭിച്ചില്ല. കേരളത്തിലെ സാഹിത്യശാഖയ്ക്ക് നിരവധി മഹാരഥന്മാരായ സാഹിത്യ നായകരെ സംഭാവന ചെയ്ത പൊന്നാനിയിൽ ഉറൂബിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന പൊന്നാനി നഗരസഭ പബ്ലിക് ലൈബ്രറിക്ക് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് തറപ്പണികൾ ആരംഭിച്ചത്. കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതുമായുണ്ടായ കാലതാമസമാണ് തറ നിർമ്മാണം ആരംഭിക്കാൻ വൈകിയത് എന്നായിരുന്നു വിശദീകരണം. തുടർന്ന് തറപണി കഴിഞ്ഞ് മാസം 3 പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചലാവസ്ഥയിലാണ്. പൊന്നാനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, 4 പില്ലർ മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം 6-7 മാസമായി ഇത്തരത്തിലാണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. ഇത് മറ്റാരുടെ പേരിലല്ല, ഏറ്റവും പ്രശസ്തനും പൊന്നാനിയുടെ അഭിമാനവുമായ ഉറൂബിൻ്റെ പേരിലുള്ള വായനശാലയും സാംസ്കാരിക കേന്ദ്രവുമാണ്. ഇത് 2 നിലകളിലായി പണി കഴിപ്പിക്കുന്നത് മുനിസിപ്പാലിറ്റി പറഞ്ഞിരുന്നെങ്കിലും ഇതിൻ്റെ പണി വളരെ സാവധാനം ഒച്ചയിഴയുന്ന വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൽ വളരെ സജീവമായ ഒരു ലൈബ്രറിയാണിത്. ഇവിടെ ഏകദേശം 150ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇത് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ കാലങ്ങളായി. ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിൽ ഐഡിയൽ സ്കൂൾ, ഇവിടെ TUP സ്കൂളിനോട് ചേർന്നുള്ള ഐഡിയൽ സ്കൂളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പം എന്തായാലും നഗരസഭയുടെ ഭാഗത്തുനിന്ന് 2 നിലകളിലായി 2000 സ്ക്വയർ ഫീറ്റിൽ ലൈബ്രറി കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി. താഴത്തെ നിലയിൽ ലൈബ്രറിയും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കോൺഫറൻസ് ഹാളും നിർമ്മിക്കും. 170 പേർക്ക് ഇരിക്കാവുന്ന മൾട്ടിപർപ്പസ് ഹാൾ മുകൾ നിലയിൽ സജ്ജീകരിക്കും. 80 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുക. 30 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ആദ്യഘട്ട നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചതെങ്കിലും അധികൃതരുടെ താൽപര്യമില്ലായ്മ മൂലം പണികൾ ഇഴയുകയാണ്. ഡിജിറ്റൽ ലൈബ്രറി, നഗരസഭ റഫറൻസ് ലൈബ്രറി എന്നിവ ലക്ഷ്യമിട്ടാണ് നൂതനമായ ലൈബ്രറി കെട്ടിടം നിർമ്മിക്കുന്നത്. പൊന്നാനിയിലെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്ന ഇടമാക്കി ലൈബ്രറിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. 1997 പഴയ പൊന്നാനി നഗരസഭ ഓഫീസിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച ലൈബ്രറിയിൽ ദിനംപ്രതി 150-ലേറെ ആളുകളാണ് എത്തിയിരുന്നത്. സാംസ്കാരിക സമുച്ചയമായി തുടങ്ങിയ കെട്ടിടത്തിനു കീഴിൽ സാഹിത്യവേദി, കലാവേദി തുടങ്ങിയവയും പ്രവർത്തിച്ചിരുന്നു. പിന്നീട് കെട്ടിടത്തിനുണ്ടായ ചോർച്ച മൂലം പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയായിരുന്നു. 1000-ലധികം പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരി മാത്രമാണ് ഇപ്പോഴുള്ളത്. നിലവിൽ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ലൈബ്രറി ഒഴിഞ്ഞുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും മന്ദഗതിയിലാക്കി ലൈബ്രറിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. NCV ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.